ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ റെസിപ്പി മലബാർ സ്പെഷ്യൽ ചട്ടിപ്പത്തിരിയാണ്. ഇതൊരു ഫേമസ് സ്നാക്കാണ്. ഇതിങ്ങനെ ലെയേഴ്സ് ആയിട്ടാണ് ഉണ്ടാവുക. അപ്പം ഇത് നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവും. വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് ഫുള്ളായിട്ട് കണ്ടു നോക്ക്. ഇത് പെർഫെക്റ്റ് ആയിട്ട് വരാൻ ഞാൻ കുറച്ച് ടിപ്സൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പം ഇതെങ്ങനെ മാവൊന്നും കുഴക്കാണ്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഞാനൊരു ബൗളിൽ കുറച്ച് ചിക്കൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാനിത് ചെറിയ പീസസ് ആക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ വലിയ പീസ് തന്നെ എടുക്കാം. പിന്നെ ഇതുപോലെ ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ അങ്ങനെ മുളക് പൊടി ചേർക്കണം. പിന്നെ ഇതുപോലെ 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, അതുപോലെ 1/2 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ കുറച്ച് ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ചേർത്ത് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഞാനിതിപ്പം നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ഫ്രൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഫ്ലെയിം ഓണാക്കി ഒരു പാൻ വെച്ച് കൊടുക്കുക. ഇനി ഇതിൽ കുറച്ച് കോക്കനട്ട് ഓയിൽ ചേർക്കണം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ അങ്ങനെ ചേർക്കുന്നുണ്ട്. പിന്നെ ഇതുപോലെ 1/2 ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് പൊട്ടിക്കുക. പിന്നെ ഇതുപോലെ ചിക്കൻ പീസസ് ഇട്ട് കൊടുക്കണം. ഇതുപോലെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പം ചെറിയ ജീരകം ഇട്ടാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതൊരു സൈഡ് കുക്കായ ഇതുപോലെ മറിച്ചിട്ട് ഇങ്ങനെ എല്ലാം കൂടി മിക്സാക്കി ഇളക്കി കൊടുക്കാം. അപ്പോൾ ഇത് കുറച്ച് സമയം കൊണ്ട് തന്നെ ഫ്രൈ ആയിട്ട് കിട്ടും. ഇനി ഇതൊരു പാനിലേക്ക് മാറ്റി കൊടുക്കാം. ഇനി സെയിം ഓയിലാണ് നമ്മൾ മസാല ഉണ്ടാക്കുന്നത്. അപ്പം ഓയിൽ കുറവാണെങ്കിൽ കുറച്ചും കൂടി ഓയിൽ ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതുപോലെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു വലിയ പച്ചമുളകും കുറച്ച് വെളുത്തുള്ളിയും പിന്നെ ഇഞ്ചിയുമാണ് എടുത്തത്. ഇഞ്ചി വെളുത്തുള്ളിനേക്കാളും കുറച്ച് കൂടുതൽ ചേർക്കാം. പിന്നെ ഇതിൻ്റെ റോ ടേസ്റ്റ് മാറുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. പിന്നെ 3 വലിയ സവാള കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് കൊടുക്കാം. സവാള കൂടുതലെടുത്താൽ കുറേ മസാല കിട്ടും. ഞാനെടുത്ത ചിക്കന് കറക്റ്റായിട്ടാണ് സവാള എടുത്തത്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്ത ശേഷം ഇതിലോട്ടേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ കുറച്ച് കറിവേപ്പില വേണം. അപ്പം അതും കൂടി ചേർത്ത് കൊടുക്കാം. ഇത് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉള്ളിയെല്ലാം നന്നായിട്ട് സോട്ടായി കിട്ടണം ഇതുപോലെ. ഇനി ഇതിനകത്തേക്ക് പൗഡേഴ്സ് ചേർക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 3/4 ടീസ്പൂൺ ഗരം മസാല, അതുപോലെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ 1/2 ടീസ്പൂൺ തന്നെ ചിക്കൻ മസാല, പിന്നെ 1.5 ടീസ്പൂൺ പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്യണം. പൊടികളെല്ലാം പച്ച മണം മാറിക്കിട്ടണം. പിന്നെ ഇതിനകത്തേക്ക് ചേർക്കേണ്ട ഇതുപോലെ ഒരു സ്മോൾ സൈസ് തക്കാളിയാണ്. അപ്പം അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് സോട്ട് ചെയ്തെടുക്കണം. പിന്നെ ഇനി അടുത്ത ടിപ്പാണ് ഇതുപോലെ 1 ടീസ്പൂൺ ടൊമാറ്റോ സോസ് ചേർക്കുന്നത്. അപ്പം ഫില്ലിങ്ങിന് നല്ല ടേസ്റ്റ് കിട്ടും. ഞാനിതാ ചിക്കന് കുറച്ചുകൂടി ചെറിയ പീസസ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് അതിലത്തേക്ക് ഇട്ട് കൊടുക്കാം. പിന്നെ പൗഡേഴ്സ് ചേർക്കുമ്പോൾ പെപ്പർ പൗഡർ തന്നെ കുറച്ച് കൂടുതലായിട്ട് ചേർക്കണം. അപ്പം ഞാനെടുത്ത അളവിൽ തന്നെ എടുത്താൽ പെർഫെക്റ്റായിട്ട് മസാല കിട്ടും. അപ്പോൾ ഫില്ലിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പം ഇതിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും നല്ല ടേസ്റ്റുള്ളൊരു ഫില്ലിങ്ങാണ്. ഇനി ഇതിലത്തേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പം പ്രത്യേകം ടേസ്റ്റ് കിട്ടും. അപ്പം അതും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഇനി ഒരു ബാറ്റർ റെഡിയാക്കണം. അപ്പം അതിന് വേണ്ടിയിട്ടൊരു മിക്സി എടുക്കുക. എന്നിട്ട് ഇതുപോലെ 1.25 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം. പിന്നെ ഞാനിതിനകത്ത് ഒരു മുട്ടയും ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ടുണ്ട്. ആ ക്ലിപ്പ് എൻ്റെ അടുത്ത് നിന്ന് മിസ്സായിപ്പോയി. ഇനി ഞാനിതിനകത്തേക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ആദ്യം കുറച്ചൊഴിച്ച് ഒന്ന് അടിച്ചെടുക്കണം. പിന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് കുറച്ചും കൂടി ഒഴിച്ച് ഇതുപോലെ ബാറ്ററാക്കി എടുക്കണം. ദോശേൻ്റെ ബാറ്ററില്ലേ, അതുപോലെയാണ് ആക്കിയെടുക്കേണ്ടത്. ഇനി ഞാനിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടേണ്ടത്. പിന്നെ ഞാനിതിനകത്തേക്ക് 1 ടീസ്പൂണിൻ്റെ അടുത്ത് പെപ്പർ പൗഡർ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ബാറ്റർ റെഡിയാക്കുമ്പം തന്നെ ചേർക്കാം. ഇനി ഇത് മിക്സ് ചെയ്തെടുക്കാം. ഞാൻ പറഞ്ഞില്ല മാവൊന്നും കുഴക്കുന്നില്ല എന്ന്. ഇതുപോലെ ബാറ്ററാക്കിയിട്ട് ദോശ ചുട്ടിട്ടാണ് നമ്മളിത് റെഡിയാക്കുന്നത്. അപ്പം നല്ല സിമ്പിളായിട്ട് ഇത് റെഡിയാക്കാം. നല്ല ടേസ്റ്റും ആയിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ഫ്രൈ പാൻ വെക്കാം. എന്നിട്ട് ഇതുപോലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
പിന്നെ ഇതുപോലെ മാവ് വെച്ച് ചുറ്റിച്ച് കൊടുക്കാം. അപ്പം പെർഫെക്റ്റായിട്ട് തിന്നായിട്ടുള്ള ദോശ കിട്ടും. അപ്പം അതൊരു സൈഡ് കുക്കായാൽ ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ 2 സൈഡും കുക്കാക്കിയിട്ട് എടുക്കണം. ഇനി വീണ്ടും ഇതുപോലെ ദോശേൻ്റെ ബാറ്റർ ഒഴിച്ച് ചുറ്റിച്ച് കൊടുക്കുക. ഇങ്ങനെ ഓരോ ദോശയും ചുട്ടെടുക്കണം. പിന്നെ ഇത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം ഒരു പണിയില്ലാണ്ട് ദോശ ചുടാം. ഇനി ഇതിലേക്ക് വേണ്ട ഒരു ഡിപ്പാണ് റെഡിയാക്കുന്നത്. അപ്പം അതിന് വേണ്ടിയിട്ടൊരു ബൗളെടുത്ത് ഇതുപോലെ 3 മുട്ട പൊട്ടിച്ച് വെച്ച് കൊടുക്കുക. ഇനി ഇതിലേക്ക് 3/4 കപ്പിൻ്റെ അടുത്ത് പാലെടുത്തിട്ടുണ്ട്, അതും കൂടി ഒഴിച്ച് കൊടുക്കാം. പിന്നെ നെക്സ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് ഒരു പിടി മല്ലിയിലയും 1 ടീസ്പൂൺ ഗീയും ചേർക്കലാണ്. ഇത് ചേർക്കുമ്പം നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ 1/2 ടീസ്പൂൺ അങ്ങനെ പെപ്പർ പൗഡറും കൂടി ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഇതുപോലെ ആക്കിയെടുക്കാം. അപ്പോൾ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതുപോലെ ഫില്ലിങ്ങും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് സെറ്റ് ചെയ്തെടുക്കുന്നത് എങ്ങനെയാണെന്ന് കാണിക്കാം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇതുപോലെ ഒരു സോസ് പാൻ വെച്ച് കൊടുക്കുക. നമ്മുടെ സോസ് പാൻ്റെ സൈസിനനുസരിച്ചിട്ട് വേണം ദോശ ചുടാൻ. എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് ഗീ സ്പ്രെഡ് ചെയ്ത് ഇതുപോലെ ദോശ മുട്ടയിൽ ഡിപ്പ് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് വീണ്ടും 1 ടീസ്പൂൺ അങ്ങനെ മുട്ടേൻ്റെ മിക്സ് മേലെ ഇട്ട് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കാം. ഫില്ലിങ് കുത്തി നിറച്ച് വെക്കേണ്ട ആവശ്യമില്ല, ഇതുപോലെ കുറച്ച് വെച്ച് കൊടുക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാ ദോശയിലും ഇതുപോലെ ഫില്ലിങ് വെച്ച് കൊടുക്കുമ്പം കറക്റ്റായിട്ട് കഴിക്കുമ്പം നല്ല ടേസ്റ്റിൽ കിട്ടും. ഇങ്ങനെ ഈ പ്രോസസ്സ് റിപ്പീറ്റ് ചെയ്യാം. എല്ലാ ദോശയും ഇതുപോലെ ആക്കിയെടുക്കണം. പണ്ടെല്ലാം ഇതിങ്ങനെ ലെയറായിട്ട് കാണുമ്പം എനിക്ക് നല്ല അത്ഭുതമാണ്, ഇതെങ്ങനെ ഉണ്ടാക്കുക എന്നെല്ലാം വിചാരിച്ചിട്ട്. ഇപ്പം ഇങ്ങനെ ഉണ്ടാക്കാനെല്ലാം തുടങ്ങിയാലാണ് മനസ്സിലായത് ഇങ്ങനെ സിമ്പിളാണ്, നമ്മൾ വിചാരിക്കുന്ന അത്ര ടഫൊന്നും ഇല്ല എന്നെല്ലാം മനസ്സിലായത്. ഇനി ബാക്കി വന്ന മുട്ടേൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇനി ഇത് അടച്ച് വെച്ച് ഒരു 20 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. അപ്പോഴേക്ക് ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയായിട്ട് കിട്ടിയിട്ടുണ്ടാവും. കണ്ട ഇതുപോലെ സൈഡിൽ വെച്ച മുട്ടയെല്ലാം കുക്കായിട്ട് പാനിൽ നിന്ന് വിട്ട് വരും. പിന്നെ അപ്പുറത്തെ സൈഡും ഒന്ന് ജസ്റ്റ് കുക്കാക്കിയിട്ട് എടുക്കാം. അപ്പോൾ അടിപൊളി ടേസ്റ്റുള്ള ചട്ടിപ്പത്തിരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് സാധാരണ മാവൊക്കെ കുഴച്ച് പരത്തിയിട്ടാണ് ചുടുക, അത് നല്ല പണിയാണ്. ഇങ്ങനെ ഈസി ആയിട്ട് സിമ്പിളായിട്ട് അതിനേക്കാൾ ടേസ്റ്റിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഞാനിത് കട്ട് ചെയ്തും കൂടി കാണിച്ചു തരാം. അപ്പം മസ്റ്റ് ട്രൈ ആണ്, എല്ലാവരും ട്രൈ ചെയ്ത് നോക്ക്. നല്ല ലെയേഴ്സായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലത്തെ വീഡിയോസിന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോ കാണാം. ബൈ.